തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് മരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. മോർച്ചറിക്ക് മുന്നിൽ പിതാവ് പ്രതിഷേധിച്ചതോടെയാണ് 4 ദിവസത്തിന് ശേഷം പാത്തോളജിക്കൽ എക്സാമിനേഷൻ പൂർത്തിയാക്കി മൃതദേഹം കൈമാറിയത്. കഴക്കൂട്ടം സ്വദേശിയായ ലിബു പവിത്ര ദമ്പതികളുടെ 8.5 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. ഈ മാസം 17-ന് മരിച്ച 8.5 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹത്തിനായി പിതാവ് ലിബുവും കുടുംബവും കാത്തിരുന്നത് 3 ദിവസം. മൃതദേഹം ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. 4 ദിവസമായിട്ടും പോസ്റ്റ്മോർട്ടം നടത്താത്തതിനെ തുടർന്നാണ് പിതാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ശവപ്പെട്ടിയുമായി പ്രതിഷേധിച്ചത്. ഇതിനകത്തുനിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമാകുന്നത്, ഇതിൽ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടായിരുന്ന ചികിത്സാ പിഴവ് തന്നെയാണ് എൻ്റെ കുഞ്ഞ് മരിക്കാനിടയായ സംഭവം. ഇന്നലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ച പ്രകാരം ഇന്ന് രാവിലെ ഞങ്ങളുടെ കുട്ടിയെ ഓട്ടോപ്സി ചെയ്ത് വേണ്ട നടപടികൾ പൂർത്തീകരിച്ച് കുട്ടിയുടെ ബോഡി വിട്ടുതരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ രാവിലെ ഞങ്ങളിവിടെ എത്തിയിട്ടും കുട്ടിയുടെ ബോഡി പോലും ഇവർ ആ സമയത്ത് എത്തിച്ചിട്ടില്ലായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ ഇത് എന്തോ അവിടെ ടെസ്റ്റ് ചെയ്തതിൻ്റെ എന്തോ പേപ്പറുകളൊക്കെ റെഡിയാവാനുണ്ട്, അങ്ങനെ എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് വിളിച്ചത്. പിന്നെ ഞങ്ങളിവിടെ പ്രതിഷേധിക്കാൻ തുടങ്ങിയപ്പോഴും പിന്നെ മീഡിയാസൊക്കെ വന്നു തുടങ്ങിയപ്പോഴുമാണ് പിന്നെ കുട്ടിയുടെ ബോഡി പോലും മോർച്ചറിയിലേക്ക് കൊണ്ടുവരാൻ ഇവർ തയ്യാറായത്. പോലീസ് ഇടപെട്ട് തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാരേഖകൾ എത്തിച്ചതോടെയാണ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായത്. പാത്തോളജിക്കൽ എക്സാമിനേഷൻ ലാബിലായിരുന്നു ഗർഭസ്ഥ ശിശുവിന്റെ ഓട്ടോപ്സി. ഈ മാസം 16-നാണ് 8 മാസം ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശിനി പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലെന്ന് മനസ്സിലാകുന്നത്. രാത്രിയോടെ തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധന പോലുമില്ലാതെ മടക്കി അയച്ചതോടെ പിറ്റേന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് മരിച്ചെന്ന് കണ്ടെത്തിയത്. ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയെന്നാരോപിച്ച് കുടുംബം നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തമ്പാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിഷയത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.